ഹലോ, നമസ്കാരം. കുറച്ചുപേര് ആള് മാറിയിട്ടാണോ എന്നറിയത്തില്ല. എനിക്ക് 2 ദിവസമായിട്ട് ഉണ്ടക്കണ്ണും തള്ളിപ്പിടിച്ച് ഒരു പെൺകുട്ടിയും മാരാരെ പറ്റി പറയുന്ന ഒരു വീഡിയോ എനിക്കിങ്ങനെ അയച്ചു തന്നിട്ട് മറുപടി കൊടുക്കും മാരാരെ എന്ന് പറഞ്ഞിട്ട് 1000 മെസ്സേജുകളെങ്കിലും അല്ല എനിക്ക് 2 ദിവസമായി വന്നിട്ടുള്ളത്. അപ്പൊ എനിക്ക് തോന്നുന്നത്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ആള് മാറിയതാണ്. ഈ ഉണ്ടക്കണ്ണ് തള്ളിപ്പിടിച്ച് ഇങ്ങനെ അത് എനിക്ക് തോന്നുന്നു എന്തോ കണ്ട് പേടിച്ചതാണെന്ന് തോന്നുന്നു കേട്ടോ. ഒന്നുകിൽ പ്രിയപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കിട്ടുന്നത് കണ്ട് സഹിക്കാൻ വയ്യാതെ പേടിച്ച സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു എന്താ പറയാ അന്തരാളങ്ങളുടെ ആഴങ്ങളിൽ നിന്നും ബഹിർഗമിച്ച് പുറത്തേക്ക് വരുന്ന ബഹിസ്ഫുരണത്തിന്റെ അങ്ങേ തലക്കിൽ നിന്നും ഉതിരുന്ന ചില മറ്റേതുണ്ടല്ലോ, അത് ഉള്ളിൽ തട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ചുറ്റുമുള്ളതൊന്നും കാണാനും കേൾക്കാനും ഒന്നും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ സൃഷ്ടിക്കപ്പെട്ട ഒരു പാവം പെൺകുട്ടിയുടെ ഒരു വീഡിയോ ആണെന്ന് തോന്നുന്നു എനിക്ക് ആരൊക്കെ അയച്ചു തന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നത്, അപ്പൊ അതിൽ ഇങ്ങനെയാണ് അത് പറഞ്ഞു പോയേക്കുന്നത്, മാരാര് മാക്രികളെ പേടിപ്പിച്ചാൽ മതി എന്നൊക്കെയാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഷക്കാല ഗോവിന്ദ മാരാർ, അദ്ദേഹം അറിയപ്പെടുന്ന സ്വാതിരുനാളിന്റെ സദസ്സിലൊക്കെ അറിയപ്പെടുന്ന സംഗീതജ്ഞനായിരുന്നു. അപ്പൊ ഇദ്ദേഹം അറിയാമല്ലോ, തവളരാഗം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് മനോഹരമായി രാപ്പാടി രാത്രിയിൽ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ തവളകൾ കൂട്ടത്തോടെ കൂടി കരഞ്ഞ് ഇതാകെ അലമ്പാക്കും. അങ്ങനെ ഈ അന്നത്തെ ഷഡ്കാല ഗോവിന്ദമാരാർ അദ്ദേഹം രാത്രികാലങ്ങളിൽ അദ്ദേഹത്തിന്റെ തമ്പുരു വിട്ടും, അദ്ദേഹത്തിന്റെ തമ്പുരു വലിയ പ്രശസ്തമാണ്. അദ്ദേഹത്തെക്കുറിച്ച് ത്യാഗരാജ സ്വാമികൾ എന്തൊരു മഹാനുഭാവലു എന്നെഴുതുന്നതിന്റെ പിന്നിലും ഇദ്ദേഹത്തിന്റെ ഈ തമ്പുരുവിൽ 7 ഇതുള്ള തമ്പുരുവാണ്. അപ്പൊ അതൊക്കെ വിട്ടുന്ന നമ്മുടെ ഇദ്ദേഹം രാത്രിയിൽ ഇങ്ങനെ സംഗീതത്തിൽ ആറാട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മാക്രികൾ കരഞ്ഞു. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ദേഷ്യം വന്നു. 4-5 കല്ല് പറക്കി ഈ വയലിരുന്ന് കരഞ്ഞ മാക്രിയുടെ തലയ്ക്ക് ഇദ്ദേഹം ഒരു എറി കൊടുത്തു. അപ്പൊ ഇത് കണ്ടിട്ടായിരിക്കും ഈ ഇദ്ദേഹം ഷഡ്കാല ഗോവിന്ദമാരാർ മാക്രികളെ പേടിപ്പിച്ചാൽ മതിയെന്ന് ഈ ഉണ്ടക്കണ്ണും തള്ളിയിട്ടിട്ട് ഇയാളിങ്ങനെ പേടിച്ച് പറഞ്ഞത്. അപ്പം ഉണ്ടക്കണ്ണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്റെ പഴയ കാമുകിയുടെ കണ്ണ് നോക്കി ഇഷ്ടപ്പെട്ട ഒരാളാണ് ഞാൻ. അപ്പൊ ഞാൻ അതിനെ ആക്ഷേപിച്ച് പറയാൻ നിങ്ങൾ ദയവീത് വിചാരിക്കരുത്. ഞാൻ പക്ഷെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അതൊന്നെങ്കിൽ അതാവാം, അതല്ലെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ വിരോധമാകാനാണ് ഒരുപക്ഷെ പ്രധാനപ്പെട്ട സാധ്യത. കാര്യം തിരുവനന്തപുരത്ത് BJPയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ പേര് മാരാർജി ഭവൻ എന്നാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് അവരോടുള്ള ഒരു വിരോധം കൊണ്ടാകാനും ഒരു നേരിയ സാധ്യത ഞാൻ കാണുന്നുണ്ട്. കാര്യം കേരളത്തിൽ ഒരു 90% വരുന്ന ഈ ഇടത് മതേതര അനുകൂലികളുടെ പിന്തുണ ഇതിലൂടെ നമുക്ക് ലഭിക്കും. അങ്ങനെ എനിക്ക് തോന്നുന്നത് ഒന്നുകിൽ ആ BJPയുടെ സ്ഥാപക നേതാവായ മാരാര്